ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്ലസ് ആണ് വണ്ടി. അതിൻ്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഓയിൽ ചേഞ്ചിനും ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങിനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് കവറിൻ്റെ ഭാഗം അഴിക്കണം. ഈ കവർ ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് സ്ക്രീൻ ഫിൽറ്റർ വരാം. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. എന്നാൽ തീരെ ബ്ലോക്ക് എന്നൊന്നും പറയാനില്ല. ആവറേജ് നമുക്ക് സാധാരണ രീതിയിൽ വരാറുള്ള അത്രയൊക്കെ ഉള്ളൂ. അത് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വന്ന ഒരു ഫിൽറ്ററാണ് റോട്ടർ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഓയിൽ പോകുന്നത് ഇതിൽ കൂടിയാണ്, ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ അതിനകത്തേക്ക് വന്ന ഓയിലിനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരുവിധം വെയിറ്റുള്ള കണ്ടാമിൻസ് ഈ ചെളി പോലെ വന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഗ്രൈൻഡിങ് പേസ്റ്റിൻ്റെ ഒരു ഫീലാണ് സംഭവം കേട്ടോ. ഒരു മണൽത്തരി പോലെ അങ്ങനെ ചെറിയൊരു ആ വെയിറ്റ് വന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് റൊട്ടേഷൻ ഫിൽറ്റർ ഈ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരുവിധം വെയിറ്റുള്ള ഐറ്റംസൊക്കെ അതിനകത്ത് പിടിക്കും. എന്നിട്ടൊരു പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് അതിൻ്റെ ഓയിൽ പോകും. അപ്പോൾ അത് ശരിക്കും ഇടയ്ക്ക് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യം കേട്ടോ. എല്ലാ ഓയിൽ ചേഞ്ചിലൊന്നും വേണ്ട. നമുക്കൊരു രണ്ട് ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ 2 ഓയിൽ ചേഞ്ച് ചെയ്തില്ലാലും കുഴപ്പമില്ല, മൂന്നാമത്തെ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെയാണ് അതിൻ്റെ ഇത് വരാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തരാം, ഇത് നമ്മുടെ സ്കിന്നിലിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തൊലി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. സെയിം ഇത് തന്നെയാണ് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിൻ്റെ ഉള്ളിൽ വരുന്നതും. തേയ്മാനം വരുത്താനായിട്ട് ഇതിന് പറ്റും. അപ്പോൾ ഒരു പരിധി കൂടുതൽ അളവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് പിടിക്കാണ്ട് വരും. കാരണം വെച്ചാൽ അതിനകത്ത് ഇങ്ങനെ റൊട്ടേറ്റർ പിടിക്കാത്തൊരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒറ്റ ഇതായിട്ടല്ല, പലപ്പോഴാവും അതൊരു കംപ്ലയിൻറ്റിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു റഫ്നെസ് ഉണ്ട്, അതുമ്പോൾ മൊത്തം അത് പിടിച്ചിരിക്കും. അപ്പോൾ പിന്നീട് വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ അതുമ്പോൾ പിടിക്കാൻ കിട്ടാത്തൊരു കണ്ടീഷൻ വന്നേമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും. അങ്ങനെയാണ് നമുക്ക് മെയിനായിട്ട് അങ്ങനത്തെ ഒരു മേജർ കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകണതിൻ്റെ ഒരു റീസൺ. അപ്പോൾ നമുക്കിപ്പോൾ വാറണ്ടിയിലുള്ള ഇതായതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിൽറ്റർ ക്ലീനിങ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ 4 മാസം കൂടുമ്പോൾ സർവീസിൻ്റെ ഇത് വരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ നമുക്ക് കൊണ്ടുവന്ന് ചെയ്യണമെന്ന് പറഞ്ഞൊരു റീസൺ. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് നിലയിൽ കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് എൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ സൈഡിൽ ലീക്കേജസ് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് ഓട്ടയുണ്ട്. ഇതുണ്ട്, ഈ സൈഡിലൊക്കെ അത്യാവശ്യം ആ നനവ് കണ്ട ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഹോളുണ്ട്, ഓട്ടയുണ്ട്, ഹോള് വീണിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോഴും 1-2 ഭാഗങ്ങളായിട്ട് അഡീഷണലായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ലീക്ക് ഉണ്ടോ, ഇത് ഇവിടെ ലീക്കുണ്ട്, ഈ സൈഡിൽ ലീക്കുണ്ട്, ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു ലീക്കുണ്ട് പ്രസൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യിച്ചിട്ട് അവരോട് അത്യാവശ്യം നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാണുന്ന ഭാഗങ്ങളൊന്ന് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വരും, കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള പഴക്കമായിട്ടുണ്ട്. അപ്പോൾ കാണുന്ന ഭാഗങ്ങൾ EM വെച്ചിട്ട് അടപ്പിക്കാം. കാരണം എന്ന് വെച്ചാൽ EM വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് MCL ഇടുന്ന പോലെയല്ല. EM വെച്ച് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ സ്ക്വയർ ഫീറ്റ് അതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അവർ ചാർജ് ചെയ്യാം. പുറമെ വർക്കാണ് നമ്മുടെ അടുത്ത് ചെയ്യണമല്ല. അപ്പോൾ അത്രയും വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടി നാളത്തേക്ക് ആവുള്ളൂ. അപ്പോൾ ഞാനത് ടാങ്ക് കൊണ്ട് കൊടുത്താൽ ഞാൻ നാളത്തേക്ക് കിട്ടുള്ളൂ. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും. ഓക്കെ.